പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വെറും താൽക്കാലിക ഒത്തുതീർപ്പുകൾക്കപ്പുറം ശാശ്വതമായിട്ടുള്ള സമാധാനം കൊണ്ടുവരാൻ ഒരൊറ്റ രാജ്യത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങളിൽ താൽക്കാലികമായി പാകിസ്ഥാൻ ചില കളികൾ കളിക്കുന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഒരു യഥാർത്ഥ മധ്യസ്ഥന്റെ റോളിലേക്ക് വരാൻ യോഗ്യതയുള്ളത് ഇന്ത്യക്ക് മാത്രമാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തുറന്നടിച്ചിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ വൻ ശക്തികൾ തമ്മിലുള്ള ചർച്ചകളിൽ പാകിസ്ഥാന്റെ കസേര തെറിക്കാൻ പോകുന്നു എന്നൊരു സൂചനയാണ് മോസ്കോയിൽ നിന്ന് വരുന്നത്. ഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാന്റെ നെഞ്ചു തകർക്കുന്ന ഈ ഒരു പ്രസ്താവന നടത്തിയത്. നിലവിലെ അടിയന്തര സാഹചര്യങ്ങളിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ആശയവിനിമയം നടത്താൻ പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ടാകാം. എന്നാൽ ഇരുപക്ഷവും ഒരു ദീർഘകാല മധ്യസ്ഥനെയാണ് തിരയുന്നതെങ്കിൽ ആ റോൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം ഇന്ത്യ മാത്രമാണെന്ന് ലാവ്റോവ് വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഴത്തിലുള്ള നയതന്ത്ര പരിചയ സമ്പത്താണ് അതിന് കാരണം. അവർ ഒരു ദീർഘകാല മധ്യസ്ഥനെയാണ് തിരയുന്നതെങ്കിൽ ഇന്ത്യയുടെ വിപുലമായ നയതന്ത്ര പരിചയം കണക്കിലെടുത്ത് ആ റോൾ ഇന്ത്യക്ക് വഹിക്കാനാകും. ലാവ്റോവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. റഷ്യയുടെ ഈ പ്രഖ്യാപനം പാകിസ്ഥാന് കിട്ടിയ വലിയൊരു പ്രഹരം കൂടിയാണ്. വെറുമൊരു താൽക്കാലിക കമ്മീഷൻ ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കർ എന്ന പദവിക്കപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾ നയിക്കാൻ പാകിസ്ഥാന് ഒരു യോഗ്യതയുമില്ലെന്ന് റഷ്യ അടിവരയിട്ട് പറയുന്നു. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ ഒരു നിർണായക വിലയിരുത്തൽ വരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കയ്ക്കും ഇറാന്റെ ഭരണകൂടത്തിനും ഇടയിൽ ചില രഹസ്യ ചർച്ചകൾക്കും ബാക്ക് ചാനൽ ഡിപ്ലോമസിക്കുമൊക്കെ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വെറും താൽക്കാലിക അഗ്നിശമനം മാത്രമായിട്ടാണ് ലോകം കാണുന്നത്. ആഗോളതലത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തമായ നിലപാടുകളുള്ള ഒരു വൻ ശക്തിക്ക് മാത്രമേ ഇത്തരമൊരു വലിയ ദൗത്യം ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അവിടെയാണ് സ്വന്തം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പോലും പാടുപെടുന്ന, കാശ് കിട്ടിയാൽ ഇരട്ടി വെളുക്കുമ്പോൾ നിലപാട് മാറ്റുന്ന, വിശ്വസിച്ച് കൂടെ കൂട്ടാൻ കഴിയാത്ത പാകിസ്ഥാനേക്കാൾ എത്രയോ ഉയരത്തിൽ ഇന്ത്യയുടെ പേര് റഷ്യ നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ യുദ്ധവിമാനങ്ങൾ പാക് സൈനിക താവളങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഒസാമ ബിൻ ലാദനെ ഒളിപ്പിച്ച് താമസിപ്പിച്ച പാകിസ്ഥാൻ ഭീകരവാദികളെ ഉപയോഗിച്ച് ഇറാനെതിരെയും പലതവണ പണിഞ്ഞിട്ടുണ്ട്. ഈ വസ്തുതകളോട് ചേർത്താണ് ലാവ്റോവിന്റെ വാക്കുകൾ നമ്മൾ വായിക്കേണ്ടത്. തന്റെ ഇന്ത്യൻ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ലാവ്റോവ് വിപുലമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഉക്രൈൻ പ്രതിസന്ധിയും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ഈ ചർച്ചകളിൽ പ്രധാന വിഷയങ്ങളായി വന്നു. ഏത് അന്താരാഷ്ട്ര തർക്കത്തിലും യുദ്ധമല്ല, മറിച്ച് ചർച്ചകളും നയതന്ത്രവുമാണ് ഒരേ ഒരു പരിഹാരമെന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ കാലങ്ങളായി ഉയർത്തിപ്പിടിക്കുന്നത്. അത് തന്നെയാണ് റഷ്യയോടും ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ വിഷയത്തിലായാലും പശ്ചിമേഷ്യൻ വിഷയത്തിലായാലും ഇന്ത്യയുടെ ഈ ഒരു സമാധാന നിലപാടിന് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി നടക്കുന്ന പാകിസ്ഥാന്റെ പാപ്പരത്ത നയതന്ത്രമല്ല, മറിച്ച് ഭാരതത്തിന്റെ പക്വതയാർന്ന ആഗോള നിലപാടുകളാണ് ലോകത്തിന് മാതൃകയെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു ദീർഘകാല മധ്യസ്ഥനെ ആവശ്യമുണ്ടെങ്കിൽ ലോകം നോക്കുന്നത് ഇന്ത്യയിലേക്ക് മാത്രമായിരിക്കും. റഷ്യ ആ രാജ്യത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യും. താൽക്കാലിക ലാഭങ്ങൾക്കായി ആരുടെ കൂടെയും പോകുന്ന പാകിസ്ഥാന് അതൊരു വലിയ പാഠമാണ്. ആഗോള നയതന്ത്രം എന്നത് കമ്മീഷൻ വാങ്ങി ചെയ്യുന്ന വെറുമൊരു ബ്രോക്കർ പണിയല്ല. അത് ഇന്ത്യയെ പോലെ പക്വതയുള്ള ഒരു ലോകശക്തിക്ക് മാത്രം ചേർന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കേരളം.